ത്വാഹ. ഇപ്പോൾ ത്വാഹ എന്ന് പേരിടുന്നതിന് എന്താ പ്രശ്നമുണ്ടോ? ചിലർ യാസീൻ പേരിടും, ചിലർ ത്വാഹ പേരിടും. പേരിടുന്ന ഇമാം മാലിക് യാസീൻ പേരിടുന്നത് മാ എംബഗി എന്നാണ് പറഞ്ഞത്, ലാ എംബഗി, അതൊരു അനുയോജ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാൾ പേരിട്ട് വിചാരിച്ചിട്ട് അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ദുന്നൂൻ എന്ന് പറയുന്നില്ലേ, ദുന്നൂൻ, ആരാ ദുന്നൂൻ? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ നൂൻ എന്നുള്ളത് സൂറത്ത് നൂൻ വൽ ഖലമിൻ്റെ പേരാണല്ലോ, നൂൻ വൽ ഖലം. ദുന്നൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തു ദിന്നൂൻ എന്ന് പറഞ്ഞില്ലേ. അവിടെ ഒരാളുടെ പേരിൽ ഈ താഹ വന്നു അല്ലെങ്കിൽ യാസീൻ വന്നു വിചാരിച്ചിട്ട് അതൊരു തെറ്റ് പറയാൻ വിധിക്കാൻ പറ്റില്ല. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് എന്ന നിലക്ക് പിന്നെ അത് പ്രചരിപ്പിക്കുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്, ഞാൻ അൽ മാഹിയാണ്, ഞാൻ അൽ ആഖിബാണ്, അതേപോലെ തന്നെ ഞാൻ അൽ ഹാഷിറാണ്. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നബിയു തൗബയാണ്, നബിയു റഹ്മയാണ്, ഇങ്ങനെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ആരില്ല ഈ താഹ യാസീൻ ഇതൊന്നും പരാമർശമല്ല. തയ്യബ്. പക്ഷേ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുമ്പോഴുണ്ടല്ലോ, ഞാൻ സുഹൃത്ത് യാസീൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ പിന്നെ സ്വരമുണ്ട്, അതിന് പേരുമുണ്ട്. അപ്പോൾ ഇതെന്താണ്? ആ എന്നാണ്, ആ അല്ലേ. പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മൾ സൂറത്ത് അലം നശ്റഹിൻ്റെ തുടക്കത്തിൽ അലം അല്ലേ, നശ്റഹ്, അലം നശ്റഹ് എന്ന ഊത, അലം ഉണ്ടാ, അലം എന്നാ ഇത് നമ്മൾ സൂറത്തുൽ ബഖറ ഓതുമ്പോൾ എങ്ങനെ ഊത? അലിഫ് ലാം മീം എന്ന ഊത, അലിഫ് ലാം മീം ഉണ്ടാ. ഇതേ അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെ അലം നശ്റഹിൻ്റെ മുമ്പിലും. പക്ഷെ അവിടെ അലം നശ്റഹ് അക്ഷരങ്ങളെയാണ് ഓതിയത്. എന്നാൽ കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നിടത്ത് അക്ഷരങ്ങൾ ഓതാൻ പാടുള്ളതല്ല, പിന്നെ അക്ഷരങ്ങളുടെ പേരാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഓതിയത്? അലിഫ് ലാം മീം ഉണ്ടോ. അപ്പോൾ ഈ അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പിന്നെ ഒരു പ്രത്യേകതയാണ്. എല്ലാം അക്ഷരങ്ങൾ പെറുക്കിയാണ് ഓതേണ്ടത്. പക്ഷേ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുമ്പോൾ അക്ഷരങ്ങളെ പെറുക്കിയല്ല വേണ്ടത്, പിന്നെ അക്ഷരങ്ങളുടെ പേരാണ് പറയേണ്ടത്. അലിഫ് ഇതിൻ്റെ പേരാണ്, ലാം ഇതിൻ്റെ പേരാണ്, മീം അതിൻ്റെ പേരാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ പേരാണ് കേവലാക്ഷരങ്ങളിൽ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. അലിഫ് ലാം മീം. ത്വാ എന്നുള്ളത് ത്വാ അക്ഷരമാണ്. ഇത് ഹ, ഹ എന്നുള്ളത് ശരിക്കും ഹ ആണ്. പക്ഷേ ഇവിടെ ഹ എന്നേ ഉള്ളൂ, ത്വാ ഹ. അതെന്താ? അതും ഈ ഹാഇനെ അറബികൾ ഉച്ചരിക്കുമ്പോൾ അതിന് തഖ്ഫീഫിലാണ് ഉച്ചരിക്കുക. ഹ ഉൻ എന്ന് പറയുന്നതിലേറെ ഹ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അറബികളുടെ ശൈലിയിൽ താ ഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും എന്താണ്, അക്ഷരങ്ങളുടെ പേര് തന്നെയാണ് ഇവിടെ ഓതുന്നത്. പക്ഷേ അത് തഖ്ഫീഫിന് വേണ്ടിയിട്ട് അവിടെ ഈ ഹംസ ഉച്ചരിക്കണില്ല എന്ന് മാത്രം. അറബികളുടെ പതിവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചതാണ് എന്നുള്ളതാണ്.